ആരാണ് ആ രാവിലെ തന്നെ കോഴീനെ കൂവിപ്പിക്കുന്നേ? ഓ, അതെന്റെ അലാമായിരുന്നല്ലേ. ഇത്ര പെട്ടെന്ന് നേരം വെളുത്തോ? അപ്പൊ ഇനി തൊട്ട് നേരത്തെ എണീക്കണം, കോളേജിലും പോണം. അയ്യോ, എന്റെ ലൈഫ് ബ്രോയിലറായി. എനിക്ക് പഠിക്കാൻ പോണ്ടായേ. അയ്യോ. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. 5 വർഷത്തെ LLBയിലെ 4ാമത്തെ വർഷത്തെ ആദ്യത്തെ ദിവസമാണ് ഇന്ന് നിങ്ങളെ ഞാൻ കാണിക്കാൻ പോകുന്നത്. ചെറുതായിട്ടൊന്ന് കൺഫ്യൂസ്ഡ് ആയോ? ഒന്നുമില്ല, ടോട്ടൽ 5 ഇയേഴ്സ് ഉണ്ട്. അതിൽ 4th ഇയർ സ്റ്റുഡന്റ് ആയിട്ട് മാറിയിട്ടുണ്ടോ ഞാൻ. ആൻഡ് ഇന്നാണ് എൻ്റെ ആദ്യത്തെ ഡേ ഓഫ് ക്ലാസ്. രാവിലെ എഴുന്നേക്കാൻ എനിക്ക് ഒട്ടും മനസ്സുണ്ടായിരുന്നില്ല. നല്ല തണുപ്പായിരുന്നു, ബിക്കോസ് രാത്രി ഫുൾ മഴയായിരുന്നു. അതുകൊണ്ട് നല്ല പുതച്ചു മൂടി കിടന്നുറങ്ങാൻ പറ്റിയ കാലാവസ്ഥയായിരുന്നു. പക്ഷെ അങ്ങനെയൊന്നും പറഞ്ഞിരിക്കാൻ പറ്റില്ല. ആദ്യത്തെ ദിവസം തന്നെ ലീവ് എടുക്കുകയാണെങ്കിൽ പിന്നെ എന്തായിപ്പോ എന്റെ കഥ? ആ വർഷം മൊത്തം പോകും. അതുകൊണ്ട് ഞാൻ ഇന്ന് എങ്ങനെയൊക്കെയോ റെഡിയായി ക്ലാസ്സിന് വേണ്ടി ഇറങ്ങി. വെനസ്ഡേ ആയിരുന്നു ആദ്യത്തെ ക്ലാസ്. അതുകൊണ്ട് കളർ ഡ്രസ്സാണ്, ഇന്ന് യൂണിഫോം ഇടണ്ട. ഞാനിപ്പോ ഹോസ്റ്റലിലെ 2nd ഫ്ലോറിലാണ്. കുറച്ച് സ്റ്റെപ്പ് കയറണമെങ്കിലും ഇവിടെ നല്ലൊരു അടിപൊളി കണ്ണാടി ഉണ്ട്. അതുകൊണ്ട് രാവിലെ ഇന്ന് കണ്ണാടി കണ്ടിട്ട് ക്ലാസ്സിന് പോവാം. ബാക്ക് ടു നോർമൽ റൂട്ടീൻ, ബിക്കോസ് മെസ്സില്ല, ഫുഡില്ല. അതുകൊണ്ട് നമ്മുടെ ഫലാഫലിൽ പോയിട്ട് നല്ല അടിപൊളി പൂരി ബാജിയൊക്കെ വാങ്ങിച്ചു കഴിച്ചു. ഇവിടെയുള്ള ചേട്ടന്മാർ ഞങ്ങളെ കണ്ടപ്പോൾ തന്നെ പറഞ്ഞു, കുറച്ച് കാലമായിട്ട് ഇവിടെ ആളും അനക്കൊന്നും ഉണ്ടായിരുന്നില്ല, ഞങ്ങൾ വന്നപ്പോൾ മൊത്തം ബഹളമായിന്ന്. ഇപ്പം ഞങ്ങൾ അവിടുത്തെ സ്വന്തക്കാരാണ്. കഴിഞ്ഞ 3 കൊല്ലമായിട്ട് ഇവർ ഞങ്ങളെ സഹിച്ചുകൊണ്ടിരിക്കുകയാണ്. രാവിലെ തന്നെ നല്ല വെയിലുള്ളൊരു സീറ്റ് തപ്പി പിടിച്ച് എങ്ങനെയോ ഞാൻ ഇരുന്നു. അത്രയും ലക്കായിരുന്നു ഇന്ന് എനിക്ക് രാവിലെ തന്നെ. അവിടെ നിന്നൊരു ഓട്ടോ കയറി നടക്കാനുള്ള മടി കൊണ്ടൊന്നുമല്ല, നേരത്തെ എത്താം എന്നുള്ളൊരു ധാരണയിലാണ്. ചിലപ്പോൾ നിങ്ങൾക്ക് മടി കാരണം തോന്നും. എന്തായാലും ഞങ്ങൾ നേരെ ഞങ്ങളുടെ കോളേജിലോട്ട് വിട്ടു. സംഭവം യൂണിവേഴ്സിറ്റിയിലുള്ളൊരു ഡിപ്പാർട്ട്മെന്റും ആണ് കേട്ടോ. കോളേജ് എന്ന് പറഞ്ഞു ശീലായിപ്പോ. എന്തായാലും കഴിഞ്ഞ 4 കൊല്ലമായിട്ട് ഇതേ ക്ലാസ്സിൽ ഇരുന്നുകൊണ്ടാണ് ഞങ്ങൾ പഠിക്കുന്നത്. അങ്ങനെ ഫസ്റ്റ് പീരീഡ് ഒക്കെ കഴിഞ്ഞ് ചെറിയൊരു ഇന്റർവെൽ ഉണ്ട്, അത് ഞങ്ങൾ പുറത്തോട്ട് ഇറങ്ങി. ആഫ്റ്റർ ദാറ്റ് അടുത്ത 2 മണിക്കൂർ പീരീഡിന് ശേഷം ഞങ്ങൾ ഫുഡ് കഴിക്കാൻ സിയാറിലോട്ട് പോയി. സിയാർ എന്ന് വെച്ചാൽ കുസാറ്റ് റെസ്റ്റോറന്റ്. ഇവിടെ പഠിക്കുന്ന ആൾക്കാർക്ക് ഇത് വളരെ സുപരിചിതമായിട്ടുള്ള ഒരു സ്ഥലമാണ്. ഈ കാണുന്നതാണ് എന്റെ പച്ചപ്പും ഹരിതാഭയും നിറഞ്ഞിട്ടുള്ള ഡിപ്പാർട്ട്മെന്റ്. അങ്ങനെ അടുത്തൊരു പീരീഡും കഴിഞ്ഞു. ഇനി തിരിച്ചു പോവാലോ, ക്ലാസ് കഴിഞ്ഞല്ലോ എന്നുള്ള സന്തോഷത്തിൽ ഞാനിങ്ങനെ വെറുതെ വീഡിയോ എടുക്കുക. സക്സസ്ഫുള്ളി ഞാൻ ലീവ് എടുക്കാതെ ഇന്നത്തെ ദിവസം ക്ലാസ്സിൽ പോയി, അതിന്റെ സന്തോഷമാണ്. ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് താഴോട്ട് നോക്കിയാലുള്ള വ്യൂ ആണ് കേട്ടോ ഇത്. SOയിലോട്ടൊക്കെ പോകുന്ന വഴിയാണ്. ക്ലാസ് കഴിഞ്ഞാൽ പിന്നെയും ഫലാഫിൽ പോയിട്ടൊരു കോഫിയും എന്തെങ്കിലുമൊക്കെ ചായക്കടിയും കഴിക്കും. നോ, നിങ്ങൾക്ക് ചിലപ്പം തോന്നാം ഇവിടെ പെട്ട് കിടക്കാണോ പെണ്ണെ നീ എന്നുള്ളൊരു ചോദ്യം ചോദിക്കാനുള്ള ഒരു സാധനം ഉണ്ടാവും. ബട്ട് എന്ത് ചെയ്യാനാ, ഫലാഫിൽ ഇസ് ആൻ ഇമോഷൻ ഗൈസ്. ഞാൻ ഒരിക്കലും ഇവിടെ ഭയങ്കര അടിപൊളി ഫുഡാണെന്നൊന്നും പറയുന്നില്ല. ചില ആൾക്കാർക്ക് ഇഷ്ടപ്പെടില്ല, പക്ഷെ എനിക്ക് ഇഷ്ടമാണ്. എനിക്ക് അവിടുത്തെ സ്നാക്സ് ഇഷ്ടമാണ്, കോഫി ഇഷ്ടമാണ്, ടീ ഇഷ്ടമാണ്, എനിക്ക് അവിടുത്തെ ആൾക്കാർ ഇഷ്ടമാണ്, എല്ലാം ഇഷ്ടമാണ്. ഫലാഫിൽ ഇരുന്ന് കഥ പറച്ചിൽ കഴിയുമ്പോഴത്തേക്കും എത്ര മണിക്കൂർ തീർന്നു നമ്മൾ അറിയില്ല. അങ്ങനെ അവിടെ നിന്ന് ഞങ്ങൾ നേരെ ഹോസ്റ്റലിലോട്ട് നടന്നുപോയി. നല്ല രസമാണ് ഞങ്ങളുടെ ക്യാമ്പസിലൂടെ ഇങ്ങനെ നടന്നു പോകാൻ. വന്നിട്ടില്ലാത്തവരാണെങ്കിൽ ഒരിക്കലെങ്കിലും ഒന്ന് വന്ന് കാണണമെന്ന് ഞാൻ പറയും. എനിക്ക് സത്യം പറഞ്ഞാൽ ഇവിടെ പഠിക്കുന്ന സമയത്ത് ഇവിടുത്തെ പ്രഷർ കാരണം പലപ്പോഴും തോന്നിയിട്ടുണ്ട്, അയ്യോ ഇത് വേണ്ടാന്ന്. പക്ഷേ ഈ ക്യാമ്പസിൽ ജീവിക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഇവിടെ നിന്ന് പോകണമെന്നേ എനിക്കില്ല. പിന്നെ ഹോസ്റ്റലിൽ കുറേ പൂച്ചക്കുഞ്ഞുങ്ങളുണ്ട്. ഇഷ്ടമല്ലാത്തവർക്ക് അതൊരു നൈറ്റ് മെയർ ആണ്. പക്ഷേ എനിക്ക് പൂച്ചേനെയും പട്ടിനെയൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് എനിക്കിത് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ്. ഇത്തിരി സ്ട്രെസ്സൊക്കെ വരുന്ന സമയത്ത് ഇവരൊക്കെ ഒന്ന് കൊഞ്ചിച്ചിരിക്കുമ്പോൾ മനസ്സിനൊരു സമാധാനം കിട്ടും. അപ്പോൾ ഇത്രയേ ഉള്ളൂ എൻ്റെ ഒരു വളരെ കുഞ്ഞു ഡേ ഇൻ മൈ ലൈഫ്. ഡേ ഇൻ മൈ ലൈഫ് എന്ന് പറയുന്നതിനേക്കാളും ഫസ്റ്റ് ഡേ ഇൻ 4th ഇയർ ഓഫ് എ ലോ സ്റ്റുഡൻറ്റ് എന്ന് പറയുന്നത് നല്ലത്. എല്ലാ ലോ സ്റ്റുഡൻസിനും ഇങ്ങനെ ആയിരിക്കില്ല. അപ്പോൾ ബൈ.